ഈ പാതിരാത്രി എല്ലാവരും കിടന്നുറങ്ങുമല്ലോ. നിന്റെ ഭർത്താവും നിന്റെ നാട്ടുകാരും നിന്റെ കുടുംബക്കാരും നിന്റെ മക്കളും എല്ലാവരും കിടന്നുറങ്ങുമ്പോ 4 മണിക്ക് 3 മണിക്ക് നിനക്കൊന്ന് എഴുന്നേക്കാൻ കഴിയുമോ? എഴുന്നേക്കുന്ന ഉമ്മമാരുണ്ടോ? എഴുന്നേക്കുന്ന ഉപ്പമാരുണ്ടോ? സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുന്നവരുണ്ടോ? നീ ആരാണെന്നറിയോ? നീ ആരാണെന്നറിയോ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരാരെന്നറിയോ? ഭർത്താവിന് നിന്നെ അറിയില്ല. നീ നിസ്കരിക്കുന്നത് ഭർത്താവിനറിയില്ല, നിന്റെ മക്കൾക്കറിയില്ല, നിന്റെ കൂടപ്പിറപ്പിനറിയില്ല, നിന്റെ മാതാപിതാക്കൾക്കറിയില്ല, നിന്റെ നാട്ടുകാർക്കറിയില്ല. മോളെ, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിന്നെ ഇഷ്ടപ്പെടുകയാ ഭർത്താവല്ല, മക്കളല്ല, കൂടപ്പിറപ്പല്ല, കുടുംബക്കാരല്ല, നാട്ടുകാരല്ല. ഈ ലോകത്തിന്റെ അധിപനായ അള്ളയുണ്ടല്ലോ. അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അവന് 4 അടയാളമുണ്ട്. അവന് 4 അടയാളമുണ്ട്. അള്ള ഇഷ്ടപ്പെടുന്നവർക്ക് 4 അടയാളമുണ്ട്. ആ 4 അടയാളത്തിൽ ഒരു അടയാളം, അവൻ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമ്മ. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവമുണ്ടോ? നിന്നെ അള്ള ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ല ഇഷ്ടപ്പെടുന്നവർക്കാണ് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയുക. പകല് പള്ളിയിൽ പോകാൻ എല്ലാവരെ കൊണ്ടും പറ്റും. എങ്കിൽ അല്ല മാത്രം കാണുന്ന സമയത്ത് അതാ ചാരത്ത് കിടക്കുന്ന ഭർത്താവിന്റെ പുതപ്പിനടിയിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മ, സുന്ദരിയായ ഭാര്യയെ പിടിച്ച് മാറ്റിക്കിടത്തിയിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് സുജൂദ് ചെയ്യുന്ന ഉപ്പ, അല്ല നിന്നെ മറക്കൂല. അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. 2, നാളെ പരലോകത്ത് കടന്നു വരുമല്ലോ. അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു വരുമ്പോ എല്ലാവരും തലതാട്ടി പിടിച്ചിരിക്കുകയാ, കരയുകയാ, പേടിച്ചു വിറച്ചിട്ട് എല്ലാവരും തലതാഴ്ത്തി നിൽക്കുന്ന ദിവസമുണ്ടല്ലോ സ്വഹാബാ. 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാണ്. 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാണ്. ആരാണ് നബിയേ? ബലായാ റസൂലല്ലാഹ്, പറഞ്ഞു തരുമോ നബിയേ? പറഞ്ഞു തരുമോ നബിയേ? സ്വഹാബാ, നാളെ അല്ലാഹുവിന്റെ കോടതിയില് തല ഉയർന്നു നിൽക്കുന്ന 2 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? 4 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ച ഉപ്പാ, തഹജ്ജുദ് നിസ്കരിച്ച പെങ്ങള്, നിന്റെ തല ഉയരും മോള്. എല്ലാവരും നിന്നെ കാണുന്ന ദിവസമാണ്. അന്ന് നിനക്ക് ഇസ്സത്താണ്, അന്നാണ് നിനക്ക് പ്രതിഫലമിരിക്കുന്നത്. നിന്റെ തല ഉയർത്തി പിടിച്ചിട്ടാണ് നീ പരലോകത്തുകൂടെ നടന്നു പോകുന്നത്. നീ അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ തതജാഫാ ജുനൂബുഹും അനിൽ മളാജി വയദ്ഖുലൂന സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ. എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ നിന്നെ അല്ല സ്നേഹിക്കുന്നുണ്ട്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നാളെ പരലോകത്ത് വരുമ്പോ നിന്റെ തല ഉയർന്നു നിൽക്കും. എല്ലാരും തല താഴ്ത്തുന്ന ദിവസം. നിനക്ക് ഹിസാബില്ല, സ്വർഗത്തിൽ പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2ാമത്തെ വിഭാഗം പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ. നിങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ, ആ മുഅദ്ദിനിന്റെ തല നാളെ ഉയർന്നു നിൽക്കും. ബാങ്ക് വിളിക്കുന്നവൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ഒരു മത്സരത്തിനെങ്കിലും അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ പെണ്ണുങ്ങൾ വിചാരിക്കും നമുക്ക് ബാങ്കൊന്നും ഇല്ലല്ലോ അല്ലേ,
ഉസ്താദേ ഞങ്ങൾക്ക് ബാങ്കൊന്നുമില്ലല്ലേ? ആരാ പറഞ്ഞ ബാങ്കില്ലെന്ന്? ആരാ പറഞ്ഞ ബാങ്കില്ലെന്ന്? ഉമ്മ, പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോ നീ കൂടെ ബാങ്ക് വിളിക്കുമ്പോ മുഅദ്ദിൻ പറയുന്നത് പോലെ നീയും പറ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നീയും പറയണം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഅദ്ദിൻ പറയുന്നത് പോലെ നീയും പറ. നീ രക്ഷപ്പെടുമെന്ന് മഹാനായ നബിയിനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് നന്മകൾ ചെയ്യ്. നിന്റെ ജീവിതത്തിൽ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നീ ചെയ്താൽ നീ രക്ഷപ്പെടും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നു. പോക്കറ്റിൽ കൈയിട്ടൊരു സദക്ക എടുക്കണം. നീ എടുക്കുന്നത് എത്ര രൂപയാ? നിന്റെ പേരെന്താ? ആരും എഴുതാറില്ല, ആരും എഴുതാറില്ല. നീ ഇട്ടത് എത്രയാണെന്ന് ആർക്കും അറിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ട്, ഒന്ന് പോക്കറ്റ് കൈയിടോ. ഒരു മിനിറ്റ് നിൽക്കണോ? എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ട്, എല്ലാവരും പോക്കറ്റ് കൈയിട്ടിട്ട് ഇൻഷാ അല്ലാഹ് ഒരു സദക്ക എടുത്ത് എത്രയാന്ന് ആരെങ്കിലും കാണുന്നുണ്ടോ? പേര് ഒരു സദക്ക എടുത്തേപ്പാ, പൈസ ഇൻഷാ അല്ലാഹ്. എടുത്തത് എത്രയാണെന്ന് ആരും അറിയണ്ട, അല്ലാഹ് അറിഞ്ഞാൽ മതി. ഇതിനകത്ത് ചെറുതിട്ടാലും വലുതിട്ടാലും അല്ലാഹ്ക്കേ അറിയത്തുള്ളൂ. ഇത് മതി നിനക്ക് രക്ഷപ്പെടാൻ. എല്ലാവരും പോക്കറ്റ് കൈയിട്ടൊരു സദക്ക. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മാരകമായ രോഗങ്ങൾ പടച്ചവനെ ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല. കാരണം പടച്ചവനെ, ഞാൻ ഇന്ന് ട്രെയിനിൽ വരുമ്പോ അല്ലാഹുവേ, ഞാൻ ഇരുന്ന ബോഗിക്കകത്തൊരു ചെറിയ മകനുണ്ടായിരുന്നു, ഒരു ചെറിയ കുട്ടിയുണ്ട്. അവന്റെ തലയ്ക്ക് വല്ലാത്ത വലുപ്പമാ മോളെ. പടച്ചവനെ, വലുപ്പമുള്ള ഒരു തലയുമായി ആ പൊന്നുമകൻ ആ ട്രെയിനിനകത്തിരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് എന്റെ പൊന്നുമോനെ ഓർമ്മ വന്നു. വല്ലാത്ത സങ്കടം വന്നു. പടച്ചവനെ, ഇതുപോലെ ഒരുപാട് പേര് ഇന്ന് പടച്ചവനെ കൊടുങ്ങല്ലൂർ, അതാ പടച്ചവനെ കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള എന്നെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, എന്റെ മകനും മരുമകളും ഹോസ്പിറ്റലിലാണ്. പ്രസവിച്ചിട്ട് 70 ദിവസം കഴിഞ്ഞു. ഇതുവരെ ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റിയില്ല. വല്ലാത്ത പ്രയാസത്തിലാണ്. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാ. ആ കുഞ്ഞിനോട് കരുണ കാണിക്കണേ അല്ലാ. രക്ഷപ്പെടുത്തണേ അല്ലാ. ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, മാരകമായ രോഗങ്ങൾ ഇന്ന് പടർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഒരു കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗി, അല്ലെങ്കിൽ ഒരു കിഡ്നി രോഗി, അല്ലെങ്കിൽ ഒരു ലിവർ രോഗി പടച്ചവനെ പടർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് അസ്സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തിനെ തട്ടിമാറ്റും ബാപ്പാ. സദക്ക വിപത്തിനെ തട്ടിമാറ്റും പെങ്ങള്. വരാനിരിക്കുന്ന അപകടങ്ങള്, വരാനിരിക്കുന്ന ദുരന്തങ്ങള്, ക്യാൻസറിന്റെയും ട്യൂമറിന്റെയും അണുക്കുകൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്നറിയില്ലല്ലോ പെങ്ങളെ. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം നീ കൊടുക്കൂ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊണ്ട് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്ക്. അതിലൂടെ നിനക്ക് രക്ഷയാ, അതിലൂടെ നിനക്ക് സംരക്ഷണമാ, അതിലൂടെ നിനക്ക് നല്ല മരണമാ. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ദുർമരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. സൽക്കർമ്മങ്ങൾ ചെയ്താൽ, നന്മകൾ ചെയ്താ നിനക്ക് അല്ലാഹനെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
വിശുദ്ധമായ ഖുർആൻ അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 അല്ലാഹു പറയുകയാണ് വമൻ കാന യർജൂ ലിഖാ അല്ലാഹ് ഫൽയുക്രിം അഹ്ലല്ലാഹ് അഹ്ലുൽ ഖുർആൻ ഖാസുല്ലാഹ്. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവിന് ചില വ്യക്തികളുണ്ട്, അല്ലാഹുവിന് ചില BBIPകളുണ്ട്, അല്ലാഹുവിന് ചില BBIPകളുണ്ട്. കുടുംബക്കാരെ പോലെ അടുത്ത ആൾക്കാരുണ്ട്. ആരാ നബിയേ? ഖാസുല്ലാഹ്. അല്ലാഹുവിന്റെ BBIPകൾ ആരാണ് നബിയേ? അഹ്ലുൽ ഖുർആൻ. ഖുർആൻ പഠിക്കുന്നവരാ, ഖുർആൻ പഠിപ്പിക്കുന്നവരാ, ഖുർആൻ ഓതുന്നവരാ, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാ. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന രണ്ടാമത്തെ വിഭാഗം അത് ഖുർആനിന്റെ ആൾക്കാരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ വിഭാഗം ഖുർആനിന്റെ അഹ്ലുകാര്. 2 മക്കൾ ഹാഫിളീങ്ങളായി ഇന്നിവിടുന്ന് ആദരിക്കുകയുണ്ടായി. അല്ലാഹു മക്കൾക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മക്കളുടെ ദുനിയാവ് ആഖിറവും രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആനുമായിട്ട് ബന്ധമുള്ളവർ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനായ അല്ലാഹുവിന്റെ കലാമുമായിട്ട് ബന്ധമുള്ളവർ, ആ ഖുർആനിന്റെ ആൾക്കാര്, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ ഖുർആന്റെ ആൾക്കാരാണോ? നമ്മൾ ഖുർആനിന്റെ ആൾക്കാരാണോ? ഇന്നത്തെ ദിവസം ഖുർആൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. വേണ്ട, എനിക്ക് നാണം കെടാൻ വയ്യ, പൊക്കണ്ട, വെറുതെ എന്തിനാ ശശിയാവുന്നേ, വെറുതെ ചുമ്മാതെ. ഇന്നത്തെ ദിവസം ഖുർആൻ ഓതിയവരല്ല, അള്ളാന്റെ കലാമ് തൊട്ടവരൊന്ന് കൈപൊക്കാൻ പറഞ്ഞാൽ നമ്മളിൽ അധികം പേരും പൊക്കൂല. കാരണം തൊട്ടിട്ടില്ല, പിന്നല്ലേ ഓതുന്നേ. അത് ഉസ്താദ് നിങ്ങൾക്കുള്ളതല്ലേ, പിരിക്കാനുള്ളതല്ലേ ഖുർആൻ. നമ്മുടെ വീട്ടിൽ ഖുർആൻ ഉണ്ട്. ആരെങ്കിലും മരിക്കുമ്പോൾ എടുക്കാനുള്ള ഗ്രന്ഥം, വീട്ടിൽ ആരെങ്കിലും മരിക്കുമ്പോൾ എടുക്കാനുള്ള ഗ്രന്ഥം, അല്ലെങ്കിൽ റമളാൻ മാസത്തിൽ മാത്രം എടുക്കാനുള്ള ഒരു ഗ്രന്ഥമായി ഖുർആൻ മാറി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഖുർആനിന് നിനക്കറിയാഞ്ഞിട്ടാ മോളെ, അള്ളാന്റെ ഖുർആനിന്റെ മഹത്വം നിനക്കറിയാഞ്ഞിട്ടാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഖുർആൻ ഒരു മലയുടെ മുകളിലാണ് അല്ലാഹു ഇറക്കിയിരുന്നതെങ്കിൽ ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു. ആ ഖുർആനിനെ ആദരിക്കുന്നില്ലടോ. നമ്മളിൽ പലരും ആദരിക്കുന്നില്ല, അതിനെ ബഹുമാനിക്കുന്നില്ല, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നില്ല. പടച്ചവനെ അത് പാരായണം ചെയ്യുന്നില്ല, അത് പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. ആ ഖുർആനുമായി നമുക്കൊരു ബന്ധമില്ലാതെ വന്നപ്പോ ഉണ്ടായ നഷ്ടമെന്താ? സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഉസ്താദേ വയത് കേൾക്കാമെന്ന് പെങ്ങളോട് ചോദിക്കട്ടെ, മോളെ 2 നില വീടില്ലേ? അതാ പടച്ചവനെ ഒരുപാട് സ്വർണം നിനക്ക് ധരിക്കാനില്ലേ? നിനക്ക് ധരിക്കാൻ വസ്ത്രമില്ലേ? തിന്നാൻ ഭക്ഷണമില്ലേ? കൂടെ കിടക്കാൻ ഭർത്താവില്ലേ? അല്ലാഹു എല്ലാം നിനക്ക് തന്നല്ലോ. എങ്കിലും മനസമാധാനമുണ്ടോ പെങ്ങളെ? ഈ നിരന്നിരിക്കുന്നവര് ചിരിക്കുന്നുണ്ട്, അഭിനയിക്കുകയാ, പലരും അഭിനയിക്കുകയാ. ഭാര്യയുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, കാറുണ്ട്, പണമുണ്ട്, അല്ല എല്ലാം തന്നിട്ട് നീ പറയുന്ന ഉസ്താദേ മരിച്ചാ മതി ഉസ്താദേ, ആത്മഹത്യ ചെയ്യാൻ തോന്നുകയാണ്. പെണ്ണെ നീ പറയുന്നല്ലോ മക്കളെ ഓർത്തിട്ടാ ഉസ്താദേ, ആഖിറം നഷ്ടമിടുമെന്നുള്ള പേടി കൊണ്ടാണ്, ഇല്ലെങ്കിൽ എന്നേ ഞാനിത് ചെയ്തേന് എന്ന് പറയുന്ന സങ്കടപ്പെടുന്ന ഉമ്മ,
അതിന്റെ കാരണമെന്തെന്നറിയോ? അതിന്റെ കാരണമെന്തെന്നറിയോ? നിന്റെ ഭർത്താവിന്റെ കച്ചവടം മുഴുവനും തകരാനുള്ള കാരണമെന്താ? നല്ല കച്ചവടമുണ്ടായിരുന്നു, ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, അല്ല എല്ലാം നിനക്കും നിന്റെ ഭർത്താവിനും തന്നിരുന്നു, എല്ലാം പോയല്ലോ, എല്ലാം നഷ്ടപ്പെട്ടല്ലോ, കച്ചവടം തകർന്നല്ലോ, സാമ്പത്തികമായി തകർന്നല്ലോ, മാനസികമായി തകർന്നല്ലോ. അതിന്റെ കാരണമെന്തെന്നറിയോ? അതിന്റെ കാരണമെന്തെന്നറിയോ? അല്ലാഹു നിങ്ങൾക്ക് തന്ന ശിക്ഷയാ. പണവും സമ്പത്തും ഒക്കെ ഉണ്ടല്ലോ, എവിടെ നിന്റെ കച്ചവടമൊക്കെ? നല്ല കച്ചവടമുള്ള മനുഷ്യനായിരുന്നല്ലോ നീ, എന്റെ കച്ചവടമൊക്കെ എവിടെ പോയി? ഇന്ന സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി തകർന്നല്ലോ. ഉസ്താദെ മരിക്കാൻ തോന്നുന്നു ഉസ്താദെ. ഞാൻ എൻ്റെ മക്കളെ ഓർത്തിട്ട, ഇല്ലെങ്കിൽ എന്നേ ഞാൻ ഈ ചങ്ങാതിയും കളഞ്ഞിട്ട് പോയേനെ. ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട് നിങ്ങൾ. എന്തേ? എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ കാരണമെന്തെന്നറിയോ? അല്ലാഹു തന്ന ശിക്ഷയാ. എന്തിന് തന്ന ശിക്ഷയെന്നറിയോ? കള്ളു കുടിച്ചതിനല്ല, വ്യഭിചരിച്ചതിനല്ല, പലിശ തിന്നതിനല്ല, സിർക്ക് ചെയ്തതിനല്ല, നിസ്കരിക്കാത്തതിനല്ല, സദക്ക കൊടുക്കാത്തതിനല്ല. പിന്നെ അല്ലാഹു എന്തിനാണ് ഈ ശിക്ഷ തന്നതെന്നറിയോ? പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിച്ചില്ലല്ലോ, അള്ളാന്റെ കലാമിനെ പരിഗണിച്ചോ? ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്നല്ലോ, എന്നിട്ട് നീ പരിഗണിക്കാറുണ്ടോ? നിസാരമാക്കുകയാ. ഉസ്താദേ, നിങ്ങളൊക്കെ എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങള് മാറൂല, ഞങ്ങള് നന്നാകില്ല. ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാ, ഇത് സുഖിക്കാനുള്ളതാ. നിങ്ങളൊക്കെ പറയുന്നത് പോലെ സ്വപ്നലോകത്തെ ജീവിക്കാനുള്ളതല്ല. ആസ്വദിക്കുമോളെ. എന്ത് പറ്റി നിനക്ക്? ആസ്വദിച്ച നിന്റെ ഭർത്താവ് താഴെ വന്നില്ലേ? എല്ലാം ഉണ്ടായിട്ടും തൂങ്ങി മരിക്കാൻ തോന്നുന്നില്ലേ? മരിക്കാൻ തോന്നുന്നില്ലേ? ഈ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നില്ലേ? അതിന്റെ കാരണം നീ ഖുർആനിനെ ദുനിയാവില് മാത്രമല്ല, നിന്നെ ഉരുക്കും പെങ്ങളെ. നിന്റെ സർവ്വതും തകർത്തു കളയും അല്ലാഹു. നിന്റെ കച്ചവടം തകർക്കും ബാപ്പാ, നിന്റെ സാമ്പത്തിക സ്രോതസ് തകർക്കും ബാപ്പാ. സർവ്വതും നഷ്ടപ്പെട്ടിട്ട് മെഴുകുതിരി ഉരുകുന്നത് പോലെ നീ ഉരുകും മോനെ. ഞാൻ പറഞ്ഞതല്ല, ഈ ദുനിയാവ് മാത്രമല്ല. ഖാല റബ്ബി ലിമ ഹസർതനി അമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. ഇത് അല്ലാഹ് പറഞ്ഞതാ, ഇത് അല്ലാഹ് പറഞ്ഞതാ. ഈ ദുനിയാവിലെ സർവ്വതും നഷ്ടപ്പെട്ട് ഈമാനില്ലാതെ മരിച്ചുപോയി. നാളെ ഖബറിനകത്ത് നീ എഴുന്നേൽക്കുമ്പോ കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, അന്ധനെ പോലെ തപ്പിത്തടഞ്ഞ് നടക്കുകയാണ്. നീ തന്നെ ചോദിക്കുന്നു, ഖാല റബ്ബി ലിമ ഹസർതനി അമാ വഖദ് കുന്തു ബസീറാ. കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നു, കാലിന് സ്വാധീനമുണ്ടായിരുന്നു, ചെവി കേൾക്കുമായിരുന്നു. റബ്ബേ, ഇന്ന് കണ്ണ് കാണുന്നില്ലല്ലോ, ചെവി കേൾക്കുന്നില്ലല്ലോ. എന്തു പറ്റി അല്ലാഹ്? ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹ് പറയുകയാ, എന്റെ ഖുർആൻ നിന്റെ ചെവിയിൽ ഓതി കേൾപ്പിച്ചപ്പോ നീ പരിഗണിച്ചില്ലല്ലോ, പൊട്ടം കളിച്ചില്ലേ, കാണാത്തവനെ പോലെ അഭിനയിച്ചില്ലേ? അല്ലാഹ് ചോദിക്കുന്ന ആളെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവനെ അള്ളാഹു തകർത്ത് കളയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തേ കാക്ക ജീവിതം ഇങ്ങനെ ആയിപ്പോയ? നാട്ടുകാരുടെ മുമ്പിൽ കതറ് വിട്ടിട്ട് നെളിഞ്ഞ് നടക്കുന്നല്ലോ. പൈസയുണ്ട്, വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. വീട്ടിൽ പോയ സമാധാനം ഉണ്ടോ? ആത്മാർത്ഥമായിട്ട് പറ, വീട്ടിൽ പോയ സമാധാനം ഉണ്ടോ? ഇല്ല. ഇരിക്കുന്ന പെണ്ണുങ്ങൾ സ്വർണവും എല്ലാം ഉണ്ട്, എല്ലാത്തിൻ്റെ കയ്യിലും ഉണ്ടോ?
കെട്ടിയ പുരുഷന്റെ അവസ്ഥ എന്താ നിനക്കറിയാലോ. ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? വീടിനകത്തിരുന്ന് നിസ്കാര പായിലിരുന്ന് കരയുകയല്ലേ. എന്തേ നിനക്ക് പറ്റിയത്? ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് ചോദിക്കും, ഉസ്താദെ കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടെന്ന്. കന്നിമൂലയ്ക്ക് ഒരു കുഴപ്പമില്ല, മൂല അവിടെ തന്നെ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും തകിടിട്ടതോ മുട്ട കുടിച്ചിട്ടതോ അല്ല നിന്നിങ്ങനാകാൻ കാരണം. നീ യത്തീംഖാനയിലാകാനുള്ള കാരണം നിന്റെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ടാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എടോ നിങ്ങളുടെ വീട്ടിൽ ഈ ചങ്ങായിമാരെന്തടാ പൊന്നു മക്കളെ, ഞാൻ മദ്രസയെ പോലും പഠിപ്പിക്കാത്ത ഉസ്താദാ. കാരണം എനിക്ക് അത്ര ക്ഷമയായതുകൊണ്ട്. ഇനി സംസാരിച്ചാൽ ഞാൻ ഈ സ്റ്റേജിൽ കയറ്റി നിർത്തും എല്ലാത്തിനെയും. മിണ്ടാതിരുന്നു അവിടെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് അടുത്തിരുന്ന് ഇങ്ങ് അടുത്ത് വാ, വാ അടുത്തോട്ട് വാ. എല്ലാവരും കസേര കയറ്റിയിട്ട് വാ, ഞാൻ നിർത്തുവാ പെട്ടെന്ന്. ഇങ്ങോട്ട് വാ. വയറൊക്കെ നോക്കിക്കോ, നിങ്ങളെ കിരികടോ. പെട്ടെന്ന് കയറിയിരുന്ന നിർത്താം ഇൻഷാ അല്ലാഹ്. വാ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇരുതാത്താൻ വരെ 3 സ്വലാത്ത് സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് കൈമടക്കൊന്നും തരണ്ട. അവിടെ ഇവിടെയും പോവല്ലോ വീട്ടിലെ കാര്യം നോക്കാൻ. കന്നിമൂല ഇല്ലാന്ന് ഞാൻ പറയണില്ല. ചിലർ ഉസ്താദിൻ്റെ അടുക്ക വന്ന് ചോദിക്കും, ഉസ്താദെ പൈപ്പ് ഇങ്ങോട്ടിരിക്കുന്നുണ്ടോ, വാതിൽ ഇങ്ങോട്ടിരിക്കുന്നുണ്ടാണോ, ജനൽ ഇങ്ങോട്ടിരിക്കുന്നുണ്ടാണോ, ഞാൻ അങ്ങോട്ടിരിക്കുന്നുണ്ടോ? അല്ല, കന്നിമൂല ഇല്ലാന്ന് ഞാൻ പറയണില്ല കേട്ടാ. കന്നിമൂലയൊക്കെ ഉണ്ട്. അത് വീട് വെക്കുന്നതിന് മുമ്പ് നോക്കണമായിരുന്നു മൂല. ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ വീട് വെക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നോക്കണം. വീട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 1,